പി.വി. അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്നു. അൻവറിന്റെ കള്ളപ്രചരണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും AK ബാലൻ പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുന്നു. സിബി, തീക്കൊള്ളി കൊണ്ട് തലചൊറിയലായി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ. അൻവർ എന്ന പേരും 5 നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ഷീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്കിങ്ങനെ കാച്ചിവിട്ടത്. അപ്പം ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു ഗൂഢാലോചനയുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് AK ബാലൻ പറഞ്ഞത്? അൻവർ ഏതൊക്കെ തരത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കൽ തുടരുന്നത്? അദ്ദേഹം അക്കവിട്ട് നിരത്തി. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അജിംഷാദ്, ഇന്നലെ PV അൻവർ നടത്തിയ ഈ ഒരു പ്രസംഗത്തിലെ വാചകങ്ങൾ, അത് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വാചകങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു AK ബാലൻ ഇന്നിപ്പോൾ പ്രതികരിച്ചത്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായി ഒരു രാഷ്ട്രീയമായ അജണ്ട അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കുകയാണ് അൻവറിൻ്റെ ലക്ഷ്യം. ഇത് കൃത്യമായി UDFിൻ്റെ അജണ്ടയാണ്. ഈ അജണ്ടയ്ക്ക് ഒപ്പമുള്ള ഒരു അതിൽ കുടപിടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് PV അൻവർ നടത്തുന്നതെന്ന് AK ബാലൻ തുറന്നടിച്ചു. മാത്രമല്ല, അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നേരത്തെ പല ആരോപണങ്ങളും അൻവർ ഉയർത്തിയിരുന്നു. ഈ ആരോപണം തന്നെയാണ് വീണ്ടും ഉയർത്തിയത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ വെച്ചുകൊണ്ട് വിശ്വാസത്തെയും മതത്തെയും കുടപിടിച്ചുകൊണ്ട് അൻവർ ചില പരാമർശങ്ങൾ നടത്തി. അത് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും നടത്തിയെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ള ആ ഒരു പ്രതിച്ഛായ അതിനെ മങ്ങലേൽപ്പിക്കുക, ആ ഇമേജ് തകർക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും AK ബാലൻ തുറന്നടിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ഇത് ഈ 4 പരാതികളാണ് PV അൻവർ ഈ പല ദിവസങ്ങളിലായി സംസ്ഥാന സർക്കാരിനും DGPക്കും എല്ലാം തന്നെ നൽകിയത്. ഈ 4 പരാതികളിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ അന്വേഷണം നടത്തിയിട്ടും അൻവറിന് തൃപ്തിയില്ല. ആ സമയത്തെല്ലാം തന്നെയും അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും അത് പൂർത്തിയാക്കാൻ കാത്തിരിക്കാതെ വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. പിന്നീട് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ പോലും അകറ്റി നിർത്തുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നു. ഇത് ബോധപൂർവമായ ശ്രമമാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും AK ബാലൻ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഈ CPM എന്ന പാർട്ടി എന്ന് പറയുന്നത് നിരവധി രക്തസാക്ഷികളുടെ ഹൃദയത്തിൽ നിന്നുള്ള ചോര കൊണ്ടുണ്ടാക്കിയ പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് അൻവറിനെ പോലുള്ള ആൾക്ക് തകർക്കാൻ കഴിയില്ല. നിരവധി പേർ ഈ പാർട്ടി വിട്ട് പൊഴുപ്പോഴെല്ലാം തന്നെയും അതിൽ ഗൗരിയമ്മയെയും MV രാഘവൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെല്ലാം തന്നെയും ഗൗരിയമ്മ എല്ലാം തന്നെയും അവസാന കാലഘട്ടത്തിൽ ഈ ഒരു ചെങ്കോട് പുതച്ചുകൊണ്ട് ഇത്തരത്തിൽ തനിക്ക് അന്തി ഉറക്കണമെന്നൊരു ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത്. എന്തായാലും അൻവർ ആ ഒരു അവസാന കാലയളവിൽ അങ്ങനെ വരുമോ എന്നറിയില്ല. കാരണം അൻവർ ഒരു പാർട്ടി മെമ്പറല്ല. എങ്കിൽ പോലും ഈ പാർട്ടി തകർക്കാനുള്ള കൃത്യമായ ഗൂഢമായ ആലോചനയുണ്ട്. ഇതിന് പിന്നിൽ ആരെന്ന കാര്യത്തിലെല്ലാം തന്നെയും വരും ദിവസങ്ങൾ പുറത്തേക്ക് വരും. ഇപ്പോഴത്തെ ഈ അൻവറിൻ്റെ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായും അത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് ഉള്ള ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യം കൂടിയാണെന്നും ഇപ്പോൾ ഈ AK ബാലൻ തുറന്നടിച്ചിരിക്കുകയാണ്. അജിംഷാദ്.